ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ ഇന്ത്യ തവിടുപൊടിയാക്കിയിരുന്നു. പാകിസ്ഥാൻ എത്രമാത്രം നാശനഷ്ടമുണ്ടായി എന്ന വ്യക്തമായ കണക്കുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇന്ത്യയുടെ പ്രതിരോധ സേനാ വിഭാഗങ്ങൾ വ്യക്തമാക്കിയത് പാകിസ്ഥാനിലെ തന്ത്രപ്രധാനമായ പല ഭീകര കേന്ദ്രങ്ങളും ഇന്ത്യ തകർത്തു എന്നാണ്. ഇപ്പോൾ ഇതാ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനിൽ ഇന്ത്യ നടപ്പാക്കിയ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിയിലൂടെ ഭീകരവാദ കേന്ദ്രം തകർന്ന് തരിപ്പണമായി എന്ന് സംബന്ധിച്ച് ലഷ്കർ ഇ ത്വയ്ബ നേതാവ് രംഗത്ത് വന്നിരിക്കുകയാണ്. ബഹാവൽപുരിയിലെ ലഷ്കർ ഇ ത്വയ്ബയുടെ കേന്ദ്രമാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ തകർത്തത്. ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ടുള്ള വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. മുറിക്കയിലെ ലഷ്കർ ഇ ത്വയ്ബയുടെ ആസ്ഥാനമായ മർക്കസ് ത്വയ്ബ ഓപ്പറേഷൻ സിന്ദൂറിൽ തകർന്നു എന്ന് ചൂണ്ടിക്കാട്ടി ലഷ്കർ ഇ ത്വയ്ബ നേതാവ് തന്നെയാണ് വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. ഭീകരവാദ കേന്ദ്രം തകർന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. തകർന്ന കെട്ടിടത്തിന് മുന്നിൽ നിന്ന് ഇതിലും വലുതായി പണിയുമെന്ന് പറയുന്ന ലഷ്കർ ഇ നേതാവ് കാസിമിന്റെ വീഡിയോയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. ഡൽഹിയിലും മുംബൈയിലും നടന്ന ഭീകരാക്രമണങ്ങളുടെ മുഖ്യ ആസൂത്രകൻ സംഘടനാ തലവനായ മസൂദ് അസർ ആയിരുന്നു എന്ന് സ്ഥിരീകരിക്കുന്ന പരാമർശങ്ങൾ ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ നടത്തിയിരുന്നു. ഡൽഹി മുംബൈ ആക്രമണങ്ങളിൽ തങ്ങളുടെ പങ്കിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ പാകിസ്ഥാൻ ആവർത്തിച്ച് നിഷേധിക്കുന്നതിനിടെയാണ് സംഘടനയുടെ മുതിർന്ന അംഗമായ മസൂദ് ഇല്യാസ് കശ്മീരിയിൽ നിന്ന് ഇത്തരമൊരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. ഇത് വലിയ ഒരു വാർത്ത തന്നെയാണ്. മെയ് 7 ഓപ്പറേഷൻ സിന്ദൂറിൽ നശിപ്പിക്കപ്പെട്ട മുരീദ് കെ ഭീകര ക്യാമ്പ് മുമ്പത്തേക്കാൾ വലുതായി പുനർനിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ലഷ്കർ ഇ ത്വയ്ബ നേതാവ് കാസിം അവകാശപ്പെടുന്നത്. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഷെയ്ഖ്പുര ജില്ലയിലെ നഗരത്തിലാണ് മുറിദ്കെ നഗരം സ്ഥിതി ചെയ്യുന്നത്. ആക്രമണത്തിൽ തകർന്ന മുറിദ്കയിലെ മർക്കസ് ത്വയ്ബയുടെ അവശിഷ്ടങ്ങൾക്ക് മുകളിലാണ് ഞാൻ നിൽക്കുന്നത്. ഇത് പുനർനിർമ്മിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. മുമ്പത്തതിനേക്കാൾ വലുതായി ഇവ പുനർനിർമ്മിക്കും. നിർമ്മാണത്തിലിരിക്കുന്ന ഒരു സ്ഥലത്തിന് മുമ്പിൽ വെച്ച് ഗാസിം പറയുന്നതിന്റെ വീഡിയോ ആണ് ഇപ്പോൾ എക്സിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. എന്തായാലും ഇത് ഇന്ത്യയെ സംബന്ധിച്ച്, അതായത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടിയിലൂടെ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കി എന്നതിന്റെ തെളിവായി മാറുകയാണ്.